അവള് വന്നില്ല, അവൾക്ക് പനിയാ. അത് കഷ്ടായല്ലോ. രാജുവിന്റെ പിറന്നാളിനുള്ള പ്രത്യേക വഴിപാടല്ലേ പൂപ്പറ? അത് പിറന്നാളുകാരന്റെ അമ്മ തന്നെയല്ലേ ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കേണ്ടത്? അത് രാജുവിന്റെ ഭാര്യ ചെയ്താ പോരെ തിരുമേനി? അമ്മ ചെയ്യേണ്ട കാര്യം അമ്മ തന്നെ ചെയ്യണം. മന്ത്രങ്ങളൊക്കെ തിരുമേനി കുട്ടിയോട് പറഞ്ഞു കൊടുത്താൽ മതി. ഒരു ഗത്യന്തരം ഇല്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ദേവിക്കറിയാലോ കാര്യങ്ങള്. എന്നാ പിന്നെ അങ്ങനെ തന്നെ നടക്കട്ടെ. മോളെ, വർമ്മസാറിന് എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നു. എനിക്കൊന്ന് വർമ്മസാറിനെ കാണണം. ഒരു ദിവസം ഞാനങ്ങോട്ട് വരാം. കഴിഞ്ഞ ഒരു ദിവസം മോളുടെ മുത്തശ്ശി ഇവിടെ വന്നിരുന്നു. സൂര്യമംഗലത്തെ സരസ്വതി അമ്മയും മോളുടെ അനിയത്തിക്കുട്ടിയും ഉണ്ടായിരുന്നു. അമ്മമ്മ പറഞ്ഞു. എന്റെ അച്ഛനാ രാജുവിന്റെ ജാതകം എഴുതിയേ. അതെ അതെ, വലിയ നാരായണ നമ്പൂരി. ആ ജാതകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ അതുപോലെ നടന്നില്ലേ? ശരിയാ തിരുമേനി. ഇപ്പേ കഴിഞ്ഞ കല്യാണം വരെ രാജുവിന് രാജകുമാരി ഭാര്യയായി വരുന്ന ജാതകത്തിൽ എഴുതി തന്നെ. സാക്ഷാൽ രാജകുമാരി തന്നെ വന്നില്ലേ വേണുവേട്ടാ? സർവ ഗുണങ്ങളുമുള്ള ഒരു പെൺകുട്ടിയെ എല്ലാ സ്വഭാവ ഗുണങ്ങളുമുള്ള ഒരു ചെറുപ്പക്കാരന് ഭാര്യയായി കിട്ടുന്നു. അതൊരു അപൂർവ ഭാഗ്യം തന്നെയാ. ദേവി രണ്ടുപേരെയും ആവോളം അനുഗ്രഹിച്ചിരിക്കുന്നു. പൂപ്പറയ്ക്കും മറ്റു പൂജകൾക്കുമുള്ള ഒരുക്കങ്ങൾ മോള് തന്നെ ചെയ്തോളൂ. മോള് പേടിക്കണ്ട, മന്ത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. എന്നാലും രാധമ്മ ചെയ്യേണ്ടതായിരുന്നു.